so no 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 no. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖമാണോ? ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ആക്കിയിട്ടുണ്ട്. നിക്കാഹിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പുതുതായിട്ട് എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാമല്ലേ. ഞാനിതാ കിച്ചണിലേക്ക് കയറുന്നുണ്ട്. കുറച്ച് കൂന്തൽ ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് നിക്കാഹും അതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടുപോയിട്ട് അതിനെക്കൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം. നിക്കാഹ് ആരതാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോൻ്റെതാണ്. ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടലവൊക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ച് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ട് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദൂരം പോകുമ്പോഴല്ലേ ബസ്സിനും വണ്ടിയെല്ലാം വേടും. ഇത് പിന്നെ തൊട്ടലവൊക്കെ തന്നെ. എന്നെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡിനെ തൊട്ടലവൊക്കെ തിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും അല്ലാ ലവ് മാരേജ് ആണോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ ഇൻഷാ അല്ലാ അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയുന്നല്ലേ നല്ലത്. ഇതിൽ പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഉള്ളിയൊക്കെ വേണ്ടി കിട്ടും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കൂന്തൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും അല്ലേ? നല്ല ടേസ്റ്റ് തന്നെ അല്ലേ? ഞാൻ പിന്നെ സാധാ ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വറവ്, പൊരിച്ചത്, മറ്റുള്ളത് ഇതെല്ലാം ഉണ്ടാക്കണം. അതിനെക്കാട്ടും നല്ലത് ഇത് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ എനക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വീടൊക്കെ മൊത്തം ക്ലീനാക്കിയിട്ട് വേണം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ. പിന്നെ ബസ്സിൽ വണ്ടിയൊന്നുമില്ല, അങ്ങനെയല്ല, ബസ്സിനും കാറിലും ഒന്നും പോകണ്ട. അത് ഇത്ര നല്ല ലാഭമാണ് റബ്ബേ. നിങ്ങൾക്കെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഒരു ഭാഗ്യം, മാഷാ അല്ലാ. അതിനുശേഷം തക്കാളി, ക്യാപ്സിക്കം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നെയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങളെ മോളിങ്ങനെ വിളിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാ നിങ്ങൾ വേഗം വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തലേന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേഗം വരുമെന്ന് പറഞ്ഞിട്ട് എന്താന്ന് വരാണ്ട് നിന്ന് ആൾക്കാർ കയറുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ വാ, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇതാ മോളെ ഇപ്പം വരും, ഞാൻ ചോറുണ്ടാക്കുന്ന തിരക്കാണ്, അത് കഴിഞ്ഞിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന്. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. പെട്ടെന്ന് ഇടിപിടിയെന്നൊന്നും ആക്കിയിട്ട് പോകാനും പറ്റില്ല. വീട് നോക്കി അടുത്തുന്ന ഒരാളാവുമ്പോൾ അതിൻ്റേതായ പണി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് നല്ലോണം വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാനിതാ കൂന്തൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേഗം റെഡിയാകാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പത്തിൽ നിന്ന് റൈസും കൂടി റെഡിയാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഓരോന്നെല്ലാം ഇങ്ങനെ തെറ്റിപ്പോവും. പിന്നെ അതിൻ്റെ അതാവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. എന്താ ചെയ്യുക, നല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താളി പറഞ്ഞ് ബാക്കി വെച്ചത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് അവിടെ പോകാൻ. പിന്നെ മക്കൾ രണ്ടാളും ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് വേഗം ബിരിയാണി ഉണ്ടാക്കാമെന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു. എന്തായാലും രാത്രി ബിരിയാണിയെല്ലാം തന്നെയാണ് ഉണ്ടാവുക. പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര പൂതി വന്നിട്ട് ഇന്നലെ തുടങ്ങിയൊരു പൂതി. പിന്നെ കൂന്തലാന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കണ്ടത്. പിന്നെ അതെന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് അവിടെ പോകാൻ. അത് പിന്നെ കുഴപ്പമൊന്നുമില്ല, വേഗം ഇട്ടു. 2 വീട് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ മസാലയും റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ മല്ലിയിലയും പിന്നെ ചെറുനാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതൊക്കെ വീഡിയോയിൽ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ റൈസ് റെഡി ആയിട്ട് ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് പകുതി ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതൊരു ഈസി ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവിടെ പോവാനുണ്ട്. പിന്നെ സാധാ ചോറെല്ലാം ഉണ്ടാക്കാനും ഭയങ്കര പണിയാണ്. ഇതാകുമ്പോൾ വേഗം കഴിയല്ല. അതുമല്ല നല്ല വൃത്തിക്ക് തന്നെ കഴിക്കുകയും ചെയ്യുക. ബിരിയാണി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ, കഴിച്ചാൽ അങ്ങനെ മടുപ്പൊന്നും വരില്ല. സാധാ ചോറ് കഴിച്ചാലും അങ്ങനെ മടുപ്പൊന്നുമില്ല. പിന്നെ ബിരിയാണിക്ക് പിന്നെ കുറച്ച് ടേസ്റ്റൊക്കെ ആകുമ്പം അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, മാഷാ അല്ലാ.
അങ്ങനെ ഇതാ ദമ്മെല്ലിട്ട് ഇനി ഇത് വേഗം കഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ പോവാൻ. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ ഇതാ ചൂടോടെ തന്നെ ഞാൻ ബിരിയാണി കഴിക്കാൻ പോയി. ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കൊള്ളി. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ചെറിയൊരു ആവശ്യത്തിനെല്ലാം എവിടെയെങ്കിലും പോയാൽ പറയും ചൂടുള്ള ചോറുണ്ട്, എനിക്ക് ചൂടുള്ള ചോറാണ് വേണ്ടതെന്ന് പറയും. അതായത് സാധാ ചോറല്ല, ബിരിയാണിയൊക്കെ ചൂടുള്ള തന്നെ കിട്ടണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ചൂടുള്ള വെള്ളം എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മാറ്റി പിടിച്ചിട്ട് പോയേ ചെയ്യുന്നത്. ഇത് ഒരു ചുമ്മാ മാറ്റല്ലാതെ ഇനി ശരിക്കുള്ള മാറ്റലൊക്കെ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്കെല്ലാം വരും. പിന്നെ അരിയത്തായാലുള്ള ഗുണം ഇതാന്ന് മക്കളെ, ഇതാന്ന്. അങ്ങനെ ഇതാ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓർക്കും ഉമ്മയും ഉപ്പയൊന്നുമില്ല, പങ്ങന്മാരാണ്, 4 ആളാണ്. 4 ആളും അടുത്തടുത്താണ് വീട് വെച്ചിട്ടുള്ളത്. അതാ നിങ്ങൾ കാണാൻ പോകുന്നത്. ആ താഴോട്ട് കാണുന്ന വീടുണ്ടല്ലോ, അതാണ് 3ാമത്തെ പെങ്ങളെ വീട്. അവരെ മോൻ്റെ ഇതാണ് പരിപാടി. അങ്ങനെ വീട് എത്തിയിട്ട് എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി ഇതാണ്, കുറേ വീഡിയോ പിടിക്കൽ. പിന്നെ അങ്ങനെ കുറേ വീഡിയോ എല്ലാം പിടിച്ച് അതിനിടയ്ക്ക് ഇവിടെയുള്ളവരൊക്കെ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇങ്ങോട്ടൊക്കെ വന്നാൽ. ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരല്ലെങ്കിൽ വേണം അല്ലേ, നല്ല രസമല്ലേ കൂട്ടത്തോടെ ഇരുന്ന് വർത്താനം പറയൽ, ചിരിക്കല. വല്ലപ്പോഴും കൂട്ടും അങ്ങനെയല്ല, വല്ലപ്പോഴും കുടുംബമാണ് ഇങ്ങനെയൊക്കെ കിട്ടുക. അന്നേരം പിന്നെ എന്താ പറയുക, ഇവിടുന്ന് വരാൻ തോന്നില്ല. അത് ഇവിടെ മാത്രമല്ല, എൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് 2 നല്ല ആൾക്കാരുണ്ട്. റബ്ബേ മാഷാ അല്ലാ, അത് നല്ലതാന്ന് ഒരു കണക്കിന് അല്ലേ. എനിക്കിങ്ങനെ വലിയ ഫാമിലിയാണ് എനിക്കിഷ്ടം. കാരണം വെച്ചാൽ ആവശ്യത്തിനെല്ലാം പോയാൽ മടുപ്പ് പിടിക്കില്ല, ഒരു 1.5 രസമായിരിക്കും മക്കളെ. അങ്ങനെ കുറേ വീഡിയോ എല്ലാം പിടിച്ച് അങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇനി നിങ്ങൾ കമൻ്റ് ആക്ക്, നിങ്ങളെല്ലാം ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെയാണ്, അതായത് ഇങ്ങനെ വലിയ ഫാമിലി ആണോ അല്ലാതെ ചെറുതാണോ എന്നുള്ളത് കമൻ്റ് ആക്ക്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് ഇങ്ങനെ കുറേ ആളെയാണ് എനിക്കിഷ്ടം. കാരണം വെച്ചാൽ മടുപ്പ് പിടിക്കില്ല. 1, 2 ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, മടുപ്പല്ല, നമ്മൾ എന്നെല്ലാം വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. നല്ലോണം തമാശ ആദ്യം ഇതെല്ലാം പറയും. അതായത് ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ, മിണ്ടാ പൂച്ചനെ പോലെ അല്ലല്ലോ, ഇങ്ങനെ സംസാരിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് മാഷാ അല്ലാ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തേനോടൊരു ഇഷ്ടം. അങ്ങനെ പുയ്യാപ്പള ഇതാ കാന്റീനേക്ക് ഇറങ്ങി, പുയ്യാപ്പള പള്ളിയിൽ പോയി. ഇനി വീട്ടിലുള്ള പെണ്ണുങ്ങന്മാർക്ക് ഉണ്ടല്ലോ, കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും ടേബിളിൽ മേലെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ചായക്ക് കടി നെയ്യപ്പുണ്ട്, കുറച്ച് ബേക്കറി ഉണ്ട്, പിന്നെ എന്താളി നമ്മളെ മുട്ട കേക്ക്, മറ്റേ എന്താപ്പം അതിന് പറയാന്നല്ലൊക്കെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നില്ല ഗൈസ്. എന്തായാലും മുറിച്ചപ്പം. കാനത്തിന് പോയിരിക്കുക പള്ളിയിൽ നിന്ന് ഈ ഒരു പലഹാരങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആപ്പാൻ്റെ മോനെ പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞിടാ അവിടുന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണേന്ന്. ആ ഒരു മര്യാദ അവന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി അത് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ മാറ്റി ഇട്ട്, നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല, എവിടെയെങ്കിലും ആവശ്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ ഏതാണ് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറേ സംശയങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് വിചാരിച്ച് പർദ്ദ ഇടാമെന്ന്, പിന്നെ വിചാരിച്ച് വേണ്ട ചുരിദാറാക്കാമെന്ന്. എല്ലാവരും ചുരിദാർ ഇടാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ടോപ്പാന്ന് ഇട്ടിട്ട്, പിന്നെ മക്കൾ പറഞ്ഞാൽ ഉമ്മ ടോപ്പ് ഇടണ്ട, ഉമ്മ ചുരിദാർ ഇട്ടാലേ രസം അതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ചുരിദാർ ഇങ്ങനെ തേച്ച് കൊണ്ടേയിരിക്കുകയായിരുന്നു.
അങ്ങനെ ഇതാ മാറ്റലെല്ലാം കഴിഞ്ഞിട്ട് ഇനി കുത്തൽ പരിപാടിയാണ്, അതായത് ചുറ്റൽ പരിപാടി. ഇത് ചുറ്റാൻ അത്യാവശ്യം നല്ല സമയം പിടിക്കും എനിക്ക്. ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങൾക്കൊക്കെ ഇങ്ങനെയുണ്ടോ? എന്തോ ഒരു സമയം പിടിക്കുന്ന റബ്ബേ, കുത്തിയിട്ടും ശരിയാവില്ല. നമുക്ക് അങ്ങനെയല്ലേ, എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തൃപ്തിയാണ്. ശരിയായി എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയണം, എന്നാൽ മാത്രമേ ഞാൻ നിർത്തൂ. വലിയൊരു പണിയാന്ന്. ഞാൻ ആദ്യം എന്ത് ചെയ്തേ, ചുരിദാറിൻ്റെ ഷാളിങ്ങനെ വെച്ച് നോക്കി. എന്നിട്ട് മക്കളോട് ചോദിച്ചാൽ രസമുണ്ടോന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, എന്തായാലും അവിടുന്ന് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുമ്പോൾ വൃത്തി നമുക്കിങ്ങനെ സ്കാർഫ് ഇങ്ങനെ ചുറ്റിയാലാണ്. മറ്റേതാകുമ്പോൾ മുടിയൊക്കെ അപ്പുറത്തുനിന്ന് കാണും ഇപ്പുറത്തുനിന്ന് കാണും, പിന്നെ അത് നേരെയാക്കാനേ സമയം ഉണ്ടാവും. ഇതാകുമ്പോൾ അവിടെ നല്ല വൃത്തിക്ക് നിൽക്കുകയല്ലേ ഇങ്ങനെ കുത്തിയാൽ. ഇനി നമുക്ക് വീടും മൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് കുറേ സംശയങ്ങളുണ്ടാവില്ലേ. മേലിലത്തെ ഡോറടിച്ചിനോളി, അവിടുത്തെ ജനലടിച്ചിനോളി, ഇങ്ങനൊരു സംശയം ഉണ്ടാവില്ല. എനിക്കുണ്ടാവും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ പോയി നോക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പെണ്ണിനെ ഡ്രസ്സാക്കാൻ വേണ്ടിയിട്ട് പോയിന്ന്, അതായത് പുതിയ പെണ്ണിനെ. രാത്രിയാന്ന് പരിപാടി കേട്ടാ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്, ഇതെങ്ങനെയാണ് പരിപാടി എന്നൊക്കെ. ഇതെങ്ങനെ പരിപാടി എന്ന് വെച്ചാൽ എൻഗേജ്മെൻ്റായിട്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. കണ്ണൂത്തിൻ്റെ അന്ന് തന്നെയാണ് എല്ലാ പരിപാടിയും, അതായത് മുട്ടായി എടുക്കലും പിന്നെ പൊന്നൊടുക്കലും എല്ലാം അന്നത്തെ ഒരു ദിവസം തന്നെയാണ്. പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുത്തൊന്നുമില്ല കേട്ടോ. അതെല്ലാം ഇൻഷാ അല്ലാഹ് അതൊക്കെ വേറൊരു ദിവസം ഉണ്ടാകും. അതായത് അവന് പിന്നെ തിരിച്ച് ദുബായിലേക്ക് പോയി വന്നിട്ട് ഇനി ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലലായിരിക്കും എന്ന് വിചാരിക്കുന്നത്, എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ പെണ്ണിനെ ഡ്രസ്സാക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളവർ മാത്രമേ പോയിട്ടുള്ളൂ, കുറച്ച് പേര് മാത്രം. ഒരു 20 ആണുങ്ങളും പെണ്ണുങ്ങളടക്കം അങ്ങനെയാണ്. പിന്നെ ചെറിയൊരു കാനത്ത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ചോറ് എടുക്കലും മറ്റുള്ള പരിപാടിയൊക്കെ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിവസം ആയിരിക്കും. അങ്ങനെ കുറച്ച് മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോയിൽ പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് കുറേ എണ്ണം എടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊന്നും നോക്കണ്ടേ. അങ്ങനെ എന്തായാലും കൂടുതൽ പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അതാ നല്ലത്. ഓക്കെ, ബൈ ബൈ.